കാർഷിക വാർത്തകൾ. ലോകവിപണിയിൽ ഗോതമ്പിന്റെ ലഭ്യത കുറയാൻ സാധ്യത. അടുത്ത സീസണിൽ ആഗോള ഗോതമ്പ് ഉൽപാദനം 24 ദശലക്ഷം ടൺ വരെ കുറഞ്ഞേക്കാമെന്ന് പുതിയ വിലയിരുത്തൽ. ലോക ഭക്ഷ്യവിപണിയിൽ നിർണായകമായ ഗോതമ്പ് ഉൽപാദനത്തിൽ അടുത്ത സീസണിൽ ഇടിവുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. ആഗോള ഗോതമ്പ് ഉൽപാദനം ഏകദേശം 24 ദശലക്ഷം ടൺ വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിനു പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്, ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ. ഇന്ധന ലഭ്യത, വളങ്ങളുടെ വിതരണം, ഗതാഗത ചെലവ് തുടങ്ങിയ മേഖലകളിൽ ഇത് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. രണ്ടാമത്, എൽനിനോയുടെ സ്വാധീനം. കാലാവസ്ഥയിലെ അസ്ഥിരതയും മഴയിലെ വ്യതിയാനങ്ങളും പ്രധാന ഗോതമ്പ് ഉൽപ്പാദക രാജ്യങ്ങളുടെ വിളവിനെ ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നു. ഉൽപ്പാദനം കുറയുന്ന സാഹചര്യം തുടർന്നാൽ ആഗോള വിപണിയിൽ ഗോതമ്പിന്റെ ലഭ്യതയിലും വിലയിലും മാറ്റങ്ങളുണ്ടാകാം. ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് കൂടുതൽ വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. അതേസമയം നിലവിലുള്ള സംഭരണ ശേഖരങ്ങളും വിപണി നിയന്ത്രണ സംവിധാനങ്ങളും വിലക്കയറ്റത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് ക്ഷീരമാംസ ഉൽപാദന രംഗത്ത് ശ്രദ്ധേയ വളർച്ച. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പിന്തുണയിൽ പാലുൽപാദനത്തിനൊപ്പം എരുമയിറച്ചി കയറ്റുമതിയിലും ഇന്ത്യ മുന്നേറുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പിന്തുണയിൽ രാജ്യത്തെ ക്ഷീരമാംസ മേഖല ശക്തമായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ ഏകദേശം $1493 മില്യൺ മൂല്യമുള്ള ബഫലോ മീറ്റാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇത് വലിയ വർധനവാണ്. ഉത്തർപ്രദേശും ഹരിയാനയും കയറ്റുമതിയിൽ മുന്നിലാണ്. വിയറ്റ്നാം, മലേഷ്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാന വിപണികൾ. പശു, കാള എന്നിവയുടെ മാംസം കയറ്റുമതി നിരോധിച്ചിരിക്കുമ്പോൾ എരുമയിറച്ചി, കോഴിയിറച്ചി, ആട്ടിറച്ചി എന്നിവയുടെ കയറ്റുമതി വൻതോതിൽ തുടരുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം തുകൽ, ഔഷധ നിർമ്മാണം ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസായങ്ങൾക്കും ഈ മേഖല കരുത്തേകുന്നു. വർദ്ധിച്ച ഉൽപാദനശേഷിയും ആഗോള ആവശ്യകതയും കണക്കിലെടുത്ത് 2026 ഇന്ത്യയുടെ എരുമയിറച്ചി കയറ്റുമതി മേഖല കൂടുതൽ വളർച്ച കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പശ്ചിമേഷ്യൻ സംഘർഷം കൊച്ചിയിലെ തേയില വിപണിയിലും പ്രതിഫലിക്കുന്നു. കയറ്റുമതി ആവശ്യകത കുറഞ്ഞതോടെ ഓർത്തഡോക്സ് തേയിലയുടെ വിലയിൽ ഇടിവ്. കൊച്ചി തേയില ലേല കേന്ദ്രത്തിൽ ഓർത്തഡോക്സ് തേയില വിലയിൽ വീണ്ടും സമ്മർദ്ദം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പ്രതിസന്ധി മൂലം കയറ്റുമതി ആവശ്യകത കുറഞ്ഞതാണ് പ്രധാന കാരണം. ഗൾഫ് ഉൾപ്പെടെയുള്ള വിപണികളിലേക്ക് പോകുന്ന തേയില കയറ്റുമതിയിൽ അനിശ്ചിതത്വം വർദ്ധിച്ചതോടെ വ്യാപാരികൾ വാങ്ങലിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. ഗതാഗത ചെലവുകളും ഇൻഷുറൻസ് നിരക്കുകളും ഉയർന്നത് കയറ്റുമതിക്കാർക്ക് തിരിച്ചടിയായി. പശ്ചിമേഷ്യൻ വിപണികളെ ആശ്രയിക്കുന്ന ഓർത്തഡോക്സ് തേയില മേഖലയിലാണ് ഇതിന്റെ ആഘാതം കൂടുതൽ പ്രകടമാകുന്നത്. കൊച്ചി ലേലങ്ങളിൽ വില കുറഞ്ഞതോടെ തോട്ടം മേഖലയിലും കയറ്റുമതി രംഗത്തും ആശങ്ക തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.